മോശമാണെന്നും പറയുന്നില്ല, നല്ലതാണെന്നും പറയുന്നില്ല. JP എന്ത് ചോദിച്ചിട്ടുണ്ട് അത് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ആർട്ട് വാല്യൂ ഉള്ള മൂവിയാണ്. തിയേറ്റർ കുലുങ്ങുമെന്ന് പറഞ്ഞു, കുലുക്കായിരുന്നു. സൈലന്റ് മൂവിയാണ്, ആർട്ട് മൂവിയാണ്. സ്കോർ ആവറേജ് ആണ്, കുഴപ്പമില്ല. പിന്നെ ലാലേട്ടനെ കാണാനാണ് നമ്മൾ വന്നത്. LJP പടം ഫിലിം നല്ല രസമുണ്ട്. മൊത്തത്തിൽ ക്രാഫ്റ്റ് വൈസ് ആണെങ്കിലും കാണാനാണെങ്കിലും തിയേറ്ററിൽ ആ കളർഫുൾ എക്സ്പീരിയൻസ് കാണാൻ ഭയങ്കര രസമുണ്ട്. ഒരു നേര് കഴിഞ്ഞിട്ട് മോഹൻലാലിൻ്റെ ഒരു നല്ല സിനിമ തന്നെയാണ്. മൊത്തത്തിൽ ഒരു LJP ഭയങ്കര മാസമായിട്ടല്ല, എന്നാലൊരു ക്ലാസ്സും മാസും മിക്സ് ചെയ്തൊരു മൂവി ആയിട്ടാണ്. ഭയങ്കരമായ ഫൈറ്റ് സീനെല്ലാം ഭയങ്കര നല്ല രസമുണ്ട്. ഇപ്പം ഇൻട്രോ ആണെങ്കിലും ലാസ്റ്റ് സെക്കൻഡ് ആ ബ്രിട്ടീഷുകാരുമായിട്ടുള്ളതാണെങ്കിലും ഭയങ്കര നല്ല. ഇപ്പോൾ പേഴ്സണലി ഒരു ക്ലാസിക് മൂവി ആയിട്ടുള്ള ഒരു ഫീലാണ്. ഒരു ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ പോക്കും ഒരു സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോൾ വളരെ നന്നായിട്ട് ഒരു ആർട്ട് വാല്യൂ അങ്ങനെ ഒരു പടമാണോ? അത് തീർച്ചയായിട്ടും ഒരു ആർട്ട് വാല്യൂ ഉള്ള മൂവിയാണ്. LJP മൂഡ് പടമാണ്. അല്ല, സ്ഥിരം LJP മൂഡ് പടം എന്ന് പറയാൻ പറ്റില്ല. അത് ഭയങ്കരമായിട്ടുള്ള വ്യത്യസ്തതയുണ്ട്, ഒരുപാട് വ്യത്യസ്തതയുണ്ട് പടത്തിന്. സാധാരണ പടത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു നോർമൽ മോഹൻലാൽ LJP പടം പ്രതീക്ഷ ആരും വരണ്ട. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവി ആയിരിക്കും, വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരിക്കും. വിഷ്വൽ ട്രീറ്റാണ് പടം. എന്ത് പറയാനാണ് ബ്രോ, പടം മോശമാണെന്നും പറയുന്നില്ല, നല്ലതാണെന്നും പറയുന്നില്ല. സംഭവം എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ, ഒരു ടിപ്പിക്കൽ ആക്ഷൻ പടം എങ്ങനെ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആർട്ട് ഫിലിമായിട്ട് അല്ലെങ്കിൽ ഒരു അവാർഡ് സിനിമകളായിട്ട് എങ്ങനെ ഇറക്കാമെന്ന് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഒരു ടിപ്പിക്കൽ LJP പടം, നോ പ്ലാൻസ് ടു ചേഞ്ച് എന്ന് പറയത്തില്ല. അതേപോലെ തന്നെ പുള്ളി അങ്ങനെ ചേഞ്ച് ആയിട്ടൊന്നുമില്ല, പുള്ളിയുടേതായിട്ടുള്ള ശൈലിയിൽ പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഒരു ക്ലൈമാക്സിലൊരു സെക്കൻഡ് പാർട്ടിനുള്ളൊരു ഹിൻ്റൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണെങ്കിൽ ആ ഹിൻ്റൊക്കെ പറയുമ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി വരും. പക്ഷേ ഇതിനെങ്ങനെ സെക്കൻഡ് പാർട്ട് കാണണമെന്നൊന്നുമില്ല. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ പുള്ളിയുടെ റോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നല്ലോ, ഇതുപോലത്തെ ഒരു ആർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു സ്ലോ പേസ് ആയിട്ട് ആക്ഷൻ പറഞ്ഞു പോകുന്ന, അല്ല അത് സ്ലോ പേസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ മൂവി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വന്ന് കാണുക, ഇഷ്ടപ്പെടും. വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട, അത്രയേ ഉള്ളൂ. മൂവി ഒരു ആവറേജ് മൂവിയാണ്, പക്ക LJP മൂവിയാണ്. ലാലേട്ടൻ്റെ ആക്ടിങ് മരണമാസ ആക്ടിങ് ആണ്. LJP എന്ത് ചോദിച്ചിട്ടുണ്ട് അത് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂവി സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെയുള്ള സിനിമാറ്റോഗ്രഫി, ആർട്ട് വർക്ക്, അതുപോലെ തന്നെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് ഒരു രക്ഷയില്ല. അത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നതാണ്. ഒരു ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റൈലിലോട്ട് മൂവി, കാരണം മലയാളം മൂവിക്ക് ഒരു വേറൊരു ഫേസ് കൊടുക്കുന്ന ടൈപ്പ് ഒരു മൂവിയാണ്. കാരണം ഇതിൻ്റെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ പല പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മൂവി ഇൻഡസ്ട്രിയിലുള്ളവർക്കും ഒരു ക്യാമറ വർക്കിലും അതുപോലെ തന്നെ ആർട്ട് വർക്കിലും ഇതിലൊക്കെ ഉള്ളൊരു നെക്സ്റ്റ് ഫേസ് മാറാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ചിനുള്ളൊരു സ്റ്റാർട്ടാണത്. അങ്ങനെ ആ രീതിക്ക് മൂവി ഒരു ഫിലിം ലവർ എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഉള്ള ലാഗിൻ്റെ ഒരു ഇതാണ്, ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ലാഗ് കാര്യമായിട്ട് പലയിടത്തും ഉണ്ട്. പക്ഷേ ക്ലൈമാക്സ് എൻ്റെയൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് എൻഗേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് തെറ്റില്ലാത്ത ക്ലൈമാക്സ് ഭയങ്കര സൂപ്പർ സർപ്രൈസിങ് ഒന്നും അല്ല. ക്ലൈമാക്സ് ആണ് അതിൻ്റെ മെയിൻ പോയിന്റ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലൈമാക്സ് നന്നായിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിനുള്ള സാധനം വെച്ചാണ് നിർത്തുന്നത്. ഒരു LJP മൂവിയായിട്ട് വന്ന് കാണുക, അല്ലാതെ ഒരു പുലിമുരുകന് വേണ്ടിയിട്ട് വന്നാൽ ആളുകൾ ഡിസപ്പോയിൻറ്റഡ് ആവും. LJP മൂവിയാണ്, ആ രീതിയിൽ മനസ്സിലാക്കി കാണാൻ ഉള്ള രീതിയിൽ വരുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും തിയേറ്ററിൽ കാണേണ്ട പടമാണ്.